ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലത്തെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ വീഡിയോയിലെ പാർട്ട് 2 വീഡിയോ ആണ്. ഇപ്പം ഒരുപാട് ലാഗൊന്നുമില്ലാതെ വീഡിയോയിലോട്ട് പോകാം. കാര്യം എന്താണെന്ന് അറിയാത്തൊരു ഫസ്റ്റ് പാർട്ട് പോയി കാണുക, എന്നാലേ സെക്കൻഡ് പാർട്ട് കണ്ടാൽ അവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുക. കാരണം അതിനെ പറ്റിയിട്ട് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലാഗായി പോകും. ഓക്കെ, അപ്പം യാസർ പറയുന്ന ശരാശരി ഒരാൾക്ക് ഒരു ദിവസം 2400, 2300, 2200 കലോറി കൂടുതൽ കഴിക്കാൻ പറ്റത്തില്ല എന്നാണ് യാസർ പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കൂ യാസർ പറയുന്നത്. കാരണം ഒരു 2200, 2400 കലോറി ഒരിക്കലും ഒരു മനുഷ്യർക്ക് ഒരു നേരം മീൽ കഴിക്കാൻ കഴിയില്ല. അത് ഹെൽത്ത് ഇഷ്യൂ കണ്ടല്ലോ, യാസർ പറയുന്നത് 2300, 2400 കലോറി ഒരു നേരം കേട്ടോ, ഒരു നേരം കഴിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നാണ് യാസർ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഒരു ഫുഡിന് ഒരു നേരം കഴിക്കാൻ പറ്റുന്ന ഫുഡിൻ്റെ കുറച്ച് കലോറിയും ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഫുഡ് ഏതാണെന്നൊക്കെ. ഓക്കെ, 300 ഗ്രാം ചിക്കൻ. ഒരു നേരം ഒരാൾക്ക് 300 ഗ്രാം ചിക്കൻ കഴിക്കാൻ പറ്റുമല്ലോ. ഒന്നും വേണ്ട, നമ്മളിപ്പം കടയിൽ നിന്ന് ഒരു അൽഫാമിൻ്റെ ഒരു കാല് മേടിക്കുന്നല്ലോ, അത് നിങ്ങൾ എത്ര ഗ്രാം ഉണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ. പോട്ട് 2 കാല് അല്ലേ, വീട്ടിൽ ഒരു കിലോ ചിക്കൻ മേടിക്കുന്നു, അതിൽ നിന്നൊരു 300 ഗ്രാം എടുത്ത് നിങ്ങൾ കറി വെച്ചോ, നിങ്ങൾ വറുത്തോ, എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ. അതിൽ നിന്നൊരു 300 ഗ്രാം ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 300 ഗ്രാം ചിക്കനകത്ത് 717 കലോറി വരുന്നുണ്ട്. കൂട്ടി നോക്കിക്കോണം നിങ്ങൾ. ഒരു നേരം കഴിക്കാൻ പറ്റുന്ന കലോറിയാണ് ഒരു മനുഷ്യന് കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം യാസർ പറഞ്ഞല്ലോ 2400, 2300, 500 കലോറി കഴിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ എന്തിരുന്നാൽ തന്നെ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടറുണ്ട്. നമ്മളെ ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ തന്നെ നമ്മളെ ഏജ്, സെക്സ്. ഇപ്പം പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഒരുപാട് കലോറി ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ കൊച്ചു പിള്ളേർക്കൊന്നും ഒരുപാട് ഫുഡ് ഇൻടേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് ഡൈജഷൻ ഇഷ്യൂസൊക്കെ വരും. അപ്പം ഇതൊക്കെ ഒരുപാട് ഫാക്ടേഴ്സിന് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ ഒരാൾക്ക് 3000 കലോറി, 4000 കലോറി അല്ലെങ്കിൽ 1000 കലോറി കഴിക്കാൻ പറ്റത്തില്ല എന്നൊന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അത് അയാളെ ബോഡി കണ്ടീഷൻ, അയാളെ ആക്ടിവിറ്റി ലെവല്, അയാളെ ഫിറ്റ്നസ് ഗോൾസ്. ഇപ്പോൾ ബോഡി ബിൽഡിങ് ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കലോറി മാറും. പവർ ലിഫ്റ്റിങ്, വെയിറ്റ് ലിഫ്റ്റിങ്, സ്പോർട്സ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാർക്ക് കലോറി മാറും. അതാ പറഞ്ഞത്, ഫിറ്റ്നസ് ഗോൾസ്, ഓരോരുത്തരുടെ ഫിറ്റ്നസ് ഗോള്, അതുപോലെ ഏജ്, സെക്സ്, ഹൈറ്റ്, വെയിറ്റ്, ഇതെല്ലാത്തിനും ഈ ഫാക്ടറിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അല്ലാതെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരാൾക്ക് ഒരു ശരാശരി ഇത്ര കഴിക്കാൻ പറ്റും, ശരാശരി ഇത്ര കഴിക്കാൻ പറ്റത്തില്ലെന്ന് ഒരു കാരണം വെച്ചാലും പറയാൻ പറ്റത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. യാസർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുവാണ്, ഒരു നേരം ഒരാൾക്ക് നമ്മളിപ്പം നോർമലി നമ്മളൊക്കെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡ് കൂട്ടിക്കോ. ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫുഡിനകത്ത് നിങ്ങൾക്ക് 300 ഗ്രാം ചിക്കൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ കഴിക്കാൻ പറ്റുമല്ലോ. ഒരു 717 കലോറി കൂട്ടിക്കോ. അതുപോലെ റൈസ്, ബ്രൗൺ റൈസ് 3 കപ്പ്. യാസർ പറഞ്ഞാലോ മട്ട റൈസോ ബ്രൗൺ റൈസോ, 3 കപ്പ് ബ്രൗൺ റൈസ്. 3 കപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾ കഴിക്കുമല്ലോ. ഒരു പ്ലേറ്റ് പോലും കാണത്തില്ല. 3 കപ്പ്, 650 കലോറി അതിനകത്ത് കിട്ടുന്നുണ്ട്. കൂട്ടിക്കോണം. അതുപോലെ 2 മുട്ട. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് 2 മുട്ട കഴിക്കാൻ പറ്റുമല്ലോ. 2 വലിയ മുട്ട, ലാർജ് മുട്ട. 200 കലോറി വരുന്നുണ്ട് 2 വലിയ മുട്ടയ്ക്ക്. ഇപ്പം ഞാൻ ഈ വലിയ മുട്ടയെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യാസറിൻ്റെ കുറേ ആ വീഡിയോയ്ക്കകത്ത് കലോറി സിദ്ധാന്തം കാണിക്കുന്നുണ്ട്, കുറച്ച് ഫുഡൊക്കെ കാണിച്ചിട്ട്. അപ്പം ഞാനത് പറയാം, വഴിയെ ഞാൻ പറയാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ലാർജ് മുട്ടയെന്ന് പറഞ്ഞത്. ലാർജ് മുട്ടയ്ക്ക് 200 കലോറി കിട്ടുന്നുണ്ട്. 2 ലാർജ് മുട്ട എടുക്കുകയാണെങ്കിൽ 200 കലോറി വെച്ച് കിട്ടും. ഓക്കെ, അപ്പം 2 ലാർജ് മുട്ട നിങ്ങൾ എടുത്തോ. അതിൻ്റെ കൂടെ സ്റ്റീം ചെയ്ത വെജിറ്റബിൾ സലാഡായിട്ടോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്റ്റീം ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനകത്ത് 70 കലോറി കിട്ടും. 200 ഗ്രാമിനകത്ത് 200 ഗ്രാം സ്റ്റീം ചെയ്ത വെജിറ്റബിളിനകത്ത് 70 കലോറി കിട്ടും. ഇനി നിങ്ങൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ 150 ഗ്രാം കപ്പലണ്ടി. 150 ഗ്രാം കപ്പലണ്ടി ഒരു മീലിനകത്ത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമല്ലോ. 150 ഗ്രാം കപ്പലണ്ടിക്കകത്ത് 850 കലോറി പോകുന്നുണ്ട്. 500 ഗ്രാം പഴം. 500 ഗ്രാം പഴം നിങ്ങൾക്ക് അത് ഫുഡ് ചോറെല്ലാം കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഞാൻ പറഞ്ഞത് യാസർ ശരാശരി ഒരാൾക്ക് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
500 പഴം 500 പഴം ആകുമ്പോഴത്തേക്ക് അതിനകത്ത് 450 കലോറിയോളം വരുന്നുണ്ട്. ഇനി നിങ്ങൾ കൂട്ടി നോക്കിയേ എത്ര വരുമെന്ന്. 3000 അടുപ്പിച്ച് കലോറി വരുന്നുണ്ടോ? 3000 അടുപ്പിച്ച് കലോറി വരുന്നുണ്ടോ? ഒന്നും വേണ്ട. ഓക്കെ, അപ്പം ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഇതിൻ്റെ കൂടെ ഏത്തപ്പഴം ഇത്രയും കൂടെ എങ്ങനെ കഴിക്കുന്നതെന്ന് വിചാരിക്കും. വേണ്ട, നിങ്ങളൊരു 200 ഗ്രാം കപ്പലണ്ടി എടുത്തോ. ഒരു 200 ഗ്രാം കപ്പലണ്ടിയും 3 കപ്പ് ബ്രൗൺ റൈസും 2 മുട്ടയും, വേണ്ട മുട്ട വേണ്ട, ഒരു 300 ഗ്രാം ഫിഷ് എടുത്തോ, അല്ലെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തോ. ഒന്ന് കൂട്ടി നോക്ക് എത്ര ആവുമെന്ന്. അതിൻ്റെ കൂടെ ഒരു 200 ഗ്രാം വെജിറ്റബിളും കൂടെ ആഡ് ചെയ്യും. എത്ര ആവുമെന്ന് കൂട്ടി നോക്ക്. 300 ഗ്രാം കപ്പലണ്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 300 ഗ്രാം കപ്പലണ്ടി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ എത്ര ഉണ്ടെന്ന്. 300 ഗ്രാം കപ്പലണ്ടി കഴിക്കാൻ പറ്റത്തില്ലേ ഒരു ദിവസം ഒരാൾക്ക്? സോറി, പോട്ടെ, 300 ഗ്രാം വേണ്ട. 300 എന്ന് പറയുമ്പോൾ ചിലവർ ആയിരിക്കും കൊളസ്ട്രോൾ കൂടുമെന്ന്. 200 ഗ്രാം എടുത്തോ, 200 ഗ്രാം കപ്പലണ്ടി എടുത്തു. 200 ഗ്രാം പറ്റുമല്ലോ. 200 ഗ്രാം കപ്പലണ്ടിക്കകത്ത് ഏകദേശം 1300 കലോറി അടുപ്പിച്ച് വരുന്നുണ്ട്. 1100 സംതിങ് കലോറി വരുന്നുണ്ട്. അപ്പം ഇത്രയും ഒരു നേരം കഴിക്കാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ. പിന്നെ ഒരു നേരം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? ഒരു ദിവസം 7000 കലോറി കഴിക്കുന്ന ബോഡി ബിൽഡർ ഉണ്ട്, അറിയാമോ? മാർക്കസ് എന്ന് പറയുന്നത്. ഒരു ദിവസം 7000 കലോറിയാണ് ഒരു ദിവസം കഴിക്കുന്നത്. അപ്പോൾ ഒന്ന് കൂട്ടിക്കോ, ഒരു മീലിനകത്ത് എത്ര കലോറിയാണ് അയാൾ ഉൾപ്പെടുത്തുന്നതെന്ന്. 7000 കലോറി ഡെയിലി കഴിക്കണമെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യം പറഞ്ഞ പോലെ, അതൊക്കെ ഓരോരുത്തരുടെ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അയാൾ 7000 കലോറി കഴിക്കുന്നെങ്കിൽ അയാൾ അതനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ബോഡി ബിൽഡറാണ്, ഭയങ്കര സൈസുള്ള ആളാണ്. 7000 കലോറി കഴിക്കുമ്പോഴത്തേ അങ്ങനെ എത്ര വെയിറ്റ് ഉള്ള ആളാണെന്ന് സങ്കല്പിച്ച് നോക്കിയേ. അപ്പം ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്കൂട്ടുന്നത്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഈ ഒരു നേരത്തെ ഒരു ടൈമിൽ കഴിക്കുന്ന മീലിൻ്റെ കലോറി ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത യാസർ പറഞ്ഞിട്ടുള്ള കലോറി സിദ്ധാന്തം ഉണ്ടല്ലോ. ഇന്നലെ കുറേ കലോറിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കപ്പക്കിഴങ്ങിൻ്റെയും മധുരക്കിഴങ്ങിൻ്റെയും ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് എത്രത്തോളം വാസ്തവമാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പറഞ്ഞേക്കുന്ന അതിൽ എത്രത്തോളം വാസ്തവം അല്ലെന്ന്, അതിൽ ഒട്ടും വാസ്തവമില്ല. അതിനകത്ത് പറയുന്ന മൊത്തം മണ്ടത്തരമാണ്. അതിനകത്ത് മൊത്തം കലോറി കണക്ക് പറയുന്ന മൊത്തം മണ്ടത്തരമാണ്. അത്യാവശ്യം ആക്റ്റീവായി നടക്കുന്ന ഒരാൾ കഴിക്കേണ്ട കലോറി അത് നമുക്ക് പരിചയപ്പെടാം. അത് ഞാൻ സ്കെയിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കേരളത്തിൽ കഴിക്കുന്ന റൈസ്, മട്ട റൈസ് ആണ് കഴിക്കുന്നത്. അത് വേവിച്ചിട്ട് 3 കപ്പ് എടുക്കാം. അതിന്റെ കലോറി വരുന്നതാണ് 650 കലോറിയാണ് വരുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഭക്ഷണമാണ് ഫിഷ് കറി, അത് 300 ഗ്രാം എടുക്കുക. അതിൽ കലോറി വരുന്നതാണ് 600. അത് ചിക്കൻ കറി, നമ്മൾ കേരളക്കറി കഴിക്കുന്നതാണ്. അതിൽ വരുന്നതാണ് 300 ഗ്രാം ചിക്കൻ കറി എടുത്താൽ അതിൽ കിട്ടുന്ന കലോറി 450 ആണ്. അതുപോലെ തന്നെ കപ്പ, നമ്മൾ പൂള, അതുപോലെ നമ്മൾ ഉരുളക്കിഴങ്ങ്, അതുപോലെ മധുരക്കിഴങ്ങ്, ഇത് നമ്മൾ 300 ഗ്രാം കഴിച്ചാൽ അതും നമുക്ക് കിട്ടുന്ന കലോറി എത്രയാണ്? 270. അതുപോലെ തന്നെ കൊക്കനട്ട്, അത് 1/2 സ്കൂപ്പ് നമ്മൾ 20 ഗ്രാം എടുത്ത് കഴിച്ചാൽ അതൊന്ന് കിട്ടുന്ന എത്രയാണ്? 100 ഗ്രാം. പിന്നെ നമ്മൾ വെജിറ്റബിൾ കഴിക്കുന്ന ആളുകളാണ് അല്ലേ. ഈ വെജിറ്റബിൾ ഉദാഹരണം നമ്മൾ സാമ്പാർ കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. ഈ സാമ്പാറിൽ എല്ലാ വെജിറ്റബിളും അടങ്ങിയിട്ടുണ്ടാവും. അത് നമ്മൾ എല്ലാ കഷ്ണങ്ങളും എടുത്ത് കഴിക്കുമ്പോൾ ഒരു 250 ഗ്രാം എടുത്ത് നമ്മൾ കഴിക്കാം. അത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 200 ഗ്രാം കലോറിയാണ്. അത് ഈ ബോയിൽഡ് എഗ്, അത് നമ്മളൊരു 3 എണ്ണം കഴിക്കാം. ആ അതിൽ കിട്ടുന്ന കലോറി 200. ഓക്കെ, പിന്നെ നട്ട്സ് നമുക്കറിയാം, ബദാം, അതുപോലെ അക്രവട്ട്, പിസ്ത, ഇത് നമ്മൾ ദിവസം 30 ഗ്രാം കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എത്രയാണ്? 170 ഗ്രാമാണ്. ഞാൻ പറഞ്ഞ യാസർ പറഞ്ഞിട്ടുള്ള കലോറി സിദ്ധാന്തം നിങ്ങൾ കണ്ടല്ലോ. അതിനകത്ത് 1% പോലും കറക്റ്റ് അല്ലെന്ന് ഞാൻ കാണിച്ചു തരാം. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ കൊണ്ടുവന്നെങ്കിലും നോക്കിയോ. ഞാൻ ഈ പറയുന്ന കലോറി, യാസർ പറഞ്ഞിട്ടുള്ള കലോറി, ആ ഫുഡിൻ്റെ കലോറീസ് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റായിട്ടുള്ള കലോറീസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ എവിടെ പോയി വേണമെങ്കിലും നോക്കിയോ. സംശയമുള്ളവർ നിങ്ങൾ നോക്കിയോ. അല്ലെന്ന് യാസർ പറയട്ടെ. യാസർ അത് എവിടെ നിന്ന് എടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത്രയും ആ കലോറി, അതിൻ്റെ എല്ലാം കലോറി എല്ലാം തെറ്റാണ്. പിന്നെ ഞാൻ പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഈ ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞിട്ടുള്ള എത്ര കലോറി ഇൻടേക്ക് ചെയ്യണം, എത്ര കലോറി ഇത് ബോഡിക്ക് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാതെ വെറുതെ ഞാനൊരു 100 kg ഉണ്ട് അല്ലെങ്കിൽ ഒരു 50 kg ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്ര കലോറി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ബോഡി കണ്ടീഷൻ എല്ലാം നോക്കണം. ഓക്കെ, അപ്പം യാസർ പറഞ്ഞത് കണ്ടെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്നു. അത് നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ കണ്ടിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കുക കേട്ടോ. അപ്പം യാസറിൻ്റെ ഭാഷയിൽ മട്ട റൈസ് യാസർ 3 കപ്പ് പറഞ്ഞത് യാസർ പറഞ്ഞത് നിങ്ങൾ അവിടെ കണ്ടല്ലോ. അപ്പം മട്ട റൈസ് 3 കപ്പ് മട്ട റൈസ് വരുമ്പോഴത്തേക്ക് അതിനകത്ത് 480 to 510 കലോറി ഏകദേശം അതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ നോക്കണം, യാസർ പറഞ്ഞിട്ടുള്ളതിൽ ഏകദേശം 1-2 മാത്രമേ കറക്റ്റ് ആവുന്നുള്ളൂ കലോറി. ബാക്കിയെല്ലാം പൊട്ടത്തെറ്റാണ്.
ഫിഷ് കറി എടുക്കുകയാണെങ്കിൽ 300 ഗ്രാമിന് 300 ടു ഏകദേശം 600 കലോറി വരെ അതിനകത്ത് കിട്ടും കേട്ടോ. യാസർ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷ് കറി, വേറൊരു കാര്യമുണ്ട്, ഈ ഫിഷ് ഏതാണെന്നും കൂടെ പറയണം. യാസർ അവിടെ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനും പറയുന്നില്ല. ഇപ്പം 300 ടു 600 എന്ന് പറയുന്നല്ലോ. 600 കിട്ടുന്ന ഫിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാൽമണാണ്. സാൽമണിനകത്താണ് അത്രയും പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം കുറഞ്ഞ കലോറിയാണ്. അപ്പോൾ യാസർ അവിടെ ഏതോ ഒരു മീൻ എടുത്തുകൊണ്ട് വന്നിട്ട് 300 കലോറി അല്ലെങ്കിൽ ഇത്ര കലോറി അവിടെ കിട്ടുമെന്ന് യാസർ പറയുന്നുണ്ട്. അപ്പോൾ ഏത് മീനാണെന്നറിയാതെ ഇത് കാണുന്നവർ അത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യും? ഏതെങ്കിലും വല്ല ചാളയും മത്തിയാണോ മേടിച്ചുകൊണ്ടൊന്ന് കഴിച്ചാൽ മതിയോ? അത്രയും കലോറി ബോഡിക്ക് വേണമല്ലോ. അപ്പം ഏത് മീനാന്നും കൂടെ പറയണം. ട്യൂണയുണ്ട്, തിലോപ്പിയുണ്ട്, അതുപോലെ സാൽമണുണ്ട്, ഇതൊക്കെ കലോറിയുള്ള മീനുകളാണ്. അപ്പം അതും കൂടെ പറയണം. അപ്പം ഓക്കെ, അപ്പം അവിടെ നിങ്ങൾ മിസ്റ്റേക്ക് മനസ്സിലായല്ലോ. അവിടെ യാസർ പറഞ്ഞ കലോറി തെറ്റാണ്. അതുപോലെ ചിക്കൻ കറി 300 ഗ്രാം എടുക്കുവാണെങ്കിൽ, 300 ഗ്രാം ചിക്കൻ കറി എടുക്കുവാണെങ്കിൽ ഒരു 400 ടു 700 കലോറി വരെ നമുക്ക് കിട്ടുന്നതാണ്. 400 ടു 700 കലോറി വരെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ യാസർ ചുമ്മാ അങ്ങ് പറയുക. സ്വീറ്റ് പൊട്ടറ്റോ, കപ്പയ്ക്ക, ഉരുളക്കിഴങ്ങ്, മാങ്ങ, തേങ്ങ എന്ന് ചുമ്മാ അങ്ങ് പറയുക. ഇതിനൊക്കെ ഒരു കുക്ക് ചെയ്ത് കഴിക്കുന്ന ഇപ്പം നമ്മളിപ്പം ഒരു ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഒരു ചിക്കനും കറി വെച്ച് കഴിക്കുന്ന ചിക്കനിലും തമ്മിൽ കലോറി വ്യത്യാസം വരും. കറി വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കലോറിയിൽ വ്യത്യാസം വരും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽ ചെയ്തിട്ടുള്ള, യാസർ അതൊന്നും പറഞ്ഞിട്ടില്ല, ബോയിൽ ചെയ്തിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിൽ 250 ടു 270 കലോറി കിട്ടും. 250 തൊട്ട് 270 കലോറി വരെ കിട്ടും. അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ ബേക്ക് ചെയ്തിട്ടുള്ള സ്വീറ്റ് പൊട്ടറ്റോ ആണെങ്കിൽ 249 ടു 261 കലോറി വരെ അതിനകത്ത് നമുക്ക് കിട്ടും. യാസർ ഇത് പറഞ്ഞോ? ഇല്ല. യാസറിൻ്റെ കലോറി അവിടെ ശരിയാണോ? ഞാൻ പറയുന്ന കലോറിയായിട്ട് മാച്ച് ആവുന്നുണ്ടോ? ഇല്ല. സംശയം കൊണ്ട് നോക്കിയോ. ഞാൻ പറയുന്ന കലോറി തെറ്റാണെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ചു കഴിഞ്ഞാൽ ഇത് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ യാസറോ തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിച്ചോ. ഞാൻ പറയുന്ന ഈ കലോറി തെറ്റാണെങ്കിൽ ചുമ്മാ വന്നിരുന്ന് ഓരോ പൊട്ടത്തരങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് കാണുന്നവർ എന്നിട്ട് ഒരു ഈ പറയുന്നിട്ടുള്ള ഒരു 100 ഗ്രാം പൊട്ടറ്റോ 300 ഗ്രാം പൊട്ടറ്റോ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് ഇത്ര കലോറി കിട്ടും എന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചുമ്മാ കുക്ക് ചെയ്തും കഴിക്കും. അത് അവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്. അവിടെയാണ് കൂടുതൽ പേർക്ക് റിസൾട്ട് ഇല്ലാത്തത്. ചുമ്മാ അവിടെ എവിടെയും കാണുന്നതും കേൾക്കുന്നതും ഫോളോ അപ്പ് ചെയ്തിട്ടാണ് അവിടെ 2 മാസം മുമ്പ് ഒരു പെങ്കൊച്ചു മരിച്ചത് ഡയറ്റ് നോക്കിയിട്ട്. ഇതൊക്കെ തന്നെയാണ് സംഭവം. അവിടെ നിന്ന് ഇവിടെ നിന്നും കേൾക്കുന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളെല്ലാം കേട്ട് അത് ഫോളോ അപ്പ് ചെയ്യും. ഇനി കപ്പ യാസറിൻ്റെ ഗ്രാമിൽ, യാസർ എത്ര പറഞ്ഞോ അത്രയും ഗ്രാമിലുള്ള കപ്പ എടുക്കുവാണെങ്കിൽ ഒരു 330 ടു 360 കലോറി വരെ കിട്ടും കേട്ടോ. ഇപ്പം ഈ കപ്പയുണ്ടല്ലോ, കപ്പയുടെ കാര്യത്തിലും ഞാൻ പറഞ്ഞത് അത് പച്ചയ്ക്ക് കഴിക്കാം. മരച്ചീനി ഉണ്ടല്ലോ, മരച്ചീനി പച്ചയ്ക്ക് കഴിക്കുന്നവരുണ്ട്, അത് വേവിച്ച് കഴിക്കുന്നവരുണ്ട്. അവിടെയാണ് നമ്മൾ ഈ കലോറി വരുന്നത്. 330 ടു ഏകദേശം ഒരു 360 വരെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. നമ്മൾ ഈ സാമ്പാർ, യാസർ പറഞ്ഞല്ലോ സാമ്പാറിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 250 ഗ്രാം സാമ്പാർ എടുക്കുകയാണെങ്കിൽ കറി വെച്ചെടുത്തോ. കാരണം യാസർ കറിയുടെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇപ്പം നോർമലി നമ്മൾ വെജിറ്റബിൾ എല്ലാം മിക്സ് ചെയ്ത് ബോയിൽ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞിട്ടുള്ള കലോറി വ്യത്യാസം വരും. മറ്റേന്നാൽ നമ്മൾ എണ്ണ, ഓയിൽ അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം, ഇപ്പം മുളക് പൊടി അതെല്ലാം കൂടി ഇട്ടിട്ടാണ് സാമ്പാർ വയ്ക്കുന്നത്. ഇൻഗ്രീഡിയൻസ് കൂടുമ്പോഴത്തേക്ക് അതിൻ്റെ കലോറി കൂടും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം 250 ഗ്രാം സാമ്പാറിനകത്ത് ഒരു 150 ടു 300 കലോറി വരെ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോക്കനട്ടിൻ്റെ ഓയിലല്ല, നമ്മൾ തിരുവി വയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതാണ് യാസർ പറഞ്ഞത്. അത് ഒരു 20 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ, ഒരു സ്പൂണ് കേട്ടോ. അതിനൊരു 100 കലോറി നമുക്ക് കിട്ടും. പിന്നെ മുട്ടയുടെ കേസും ഞാൻ പറഞ്ഞ പോലെ ചെറിയ മുട്ടയുണ്ട്, സ്മാൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സ്ട്രാ ലാർജ് ഉണ്ട്. അപ്പോൾ അതും പറയണം. ചുമ്മാ ഒരു മുട്ടയെന്ന് പറഞ്ഞിട്ട് ഞാൻ
പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ കടകളിൽ ചെന്ന് നോക്കിയാൽ മതി. പല കടകളിലും പല വലിപ്പത്തിലുള്ള മുട്ടകൾ കാണാം. അതിലും ഓരോ മുട്ടയിലും കലോറി വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം ഒരു ലാർജ് മുട്ടയിൽ 70 തൊട്ട് 80 കലോറി വരെ നമുക്ക് കിട്ടും. ഒരു മീഡിയം മുട്ടയിൽ 60 to 70 കലോറി കിട്ടും. ഒരു സ്മാൾ മുട്ടയിൽ ഒരു 50 to 60 കലോറി കിട്ടും. 50 to 60 കലോറി കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ യാസർ നട്ട്സിൻ്റെ കാര്യം പറയാം. നട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നട്ട്സൊക്കെ മിക്സ് ചെയ്ത് ഒരു 30 ഗ്രാം എടുക്കുവാണെങ്കിൽ എല്ലാം കൂടെ നട്ട്സ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം പെടും. ബദാം, വാൾനട്ട്, കാഷ്യൂ, അങ്ങനെ എല്ലാം പെടും. അപ്പം അതിനകത്തൊരു 170 to 200 കലോറി കിട്ടും കേട്ടോ. 170 to 200 കലോറി കിട്ടും. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഫുഡിൻ്റെ യാസർ പറഞ്ഞിട്ടുള്ള ഫുഡുകളാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. യാസർ അതിനകത്ത് കാണിച്ചിട്ടുള്ള അതേ ഫുഡുകളെ കലോറികളാണ് ഞാൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളിത് ശരിയാണോ അല്ലയെന്ന് നിങ്ങൾ നോക്കുക. എവിടെ വേണമെങ്കിലും നോക്കൂ, ആരോട് വേണമെങ്കിലും ചോദിച്ചു, കുഴപ്പമില്ല. ഇത് കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ യാസർ പറയട്ടെ. യാസർ ആ കലോറി എവിടുന്ന് പഠിച്ചു വെച്ചുകൊണ്ട് വന്നതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ കലോറീസ് മൊത്തവും ആ കലോറി സിദ്ധാന്തം ഫുള്ള് തെറ്റാണ്. അല്ലെന്ന് യാസർ തെളിയിക്കട്ടെ. അപ്പം ഇതൊക്കെ കണ്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ചുമ്മാ ഒരു കണ്ട് വിലയിരുത്തിയിട്ട് നിങ്ങൾ ചിന്തിക്കുക. ഇതൊന്നും അറിയാത്തവരാണ് ഇതിനകത്ത് ചെന്ന് ചാടിയിട്ട് ചുമ്മാ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര മഴക്കോളുണ്ട് കേട്ടോ. അതുകൊണ്ട് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് ചെറിയൊരു ഡാർക്ക്. ഇപ്പം രാവിലെ തൊട്ടേ മഴയാണ്. ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ചെറിയ പോരായ്മകളൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി ഇവർ യാസറിൻ്റെ അരുണിൻ്റെയും ഈ ഹണ്ടർ ഗാദറിനെ പറ്റിയിട്ടൊരു ചർച്ച ഞാൻ കണ്ടു. അപ്പം ഇവർ പറയുന്ന ആ കാര്യത്തിൽ ഈ രണ്ടുപേർ പറയുന്ന കാര്യത്തിലും കുറച്ച് മിസ്റ്റേക്സുകളുണ്ട്. കാരണം അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, എന്നാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്നാലും ഇത്രയേ ഉള്ളൂ. നല്ല മഴ കേട്ടോ.